ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സും അതുപോലെ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റഷൊക്കെ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ആദ്യം തന്നെ പാല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാലെടുക്കുകയാണ്. പാലെടുത്തിട്ട് പാലൊന്ന് കാച്ചി വെക്കണം. അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ ആദ്യം തന്നെ പാലൊന്ന് കാച്ചി വെക്കട്ടെ. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാർ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, എന്നാലേ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി കഷ്ണങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ ആ പരിപ്പൊന്ന് വെന്ത് വേണം. ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രിയിൽ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ റഷ് ഒഴിവാക്കാം. ഇനി ഇതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുമ്പളങ്ങ, മുരിങ്ങക്ക, വല്യുള്ളി, തക്കാളി, അങ്ങനെ അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല, ഉള്ളത് കൊണ്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി എനിക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. രാവിലെ ഒരു ചായ കുടിച്ചാൽ നമുക്ക് ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക അതുപോലെ വഴുതനങ്ങ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇതൊന്ന് വാട്ടിയെടുത്തിട്ടാണ് സാമ്പാറിലിട്ട് കൊടുക്കാറ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതിയാണല്ലോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചായക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഹസ്ബൻഡിനുള്ള കാപ്പിയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ചായ കുടിക്കാറില്ല, കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് കോഫി ആകുമ്പോൾ അത് കാപ്പിപ്പൊടിയിലേക്ക് ജസ്റ്റ് പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കറിന് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മക്കൾക്കുള്ള വെള്ളച്ചായയാണ്. വെള്ളച്ചായ എന്ന് പറയുമ്പോൾ നമ്മൾ പാലും വെള്ളം എന്നൊക്കെ പറയില്ലേ, അത് പാലിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചായയും കാപ്പിയൊന്നും കൊടുക്കാറില്ല. അവർ ഈ വെള്ളച്ചായയാണ് കുടിക്കാറുള്ളത്. നമ്മൾ ഈ കുട്ടികൾക്ക് നേരത്തെ തന്നെ ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഒരു 6 വയസ്സൊക്കെ ആയതിനു ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ എനിക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വന്നു. ഇനി ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കഷ്ണങ്ങളിൽ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാർ പൊടിയും കായൊക്കെ ചേർക്കുമ്പോഴാണ് ആ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി അപ്പോൾ സാമ്പാർ അവിടെ റെഡി ആവട്ടെ. ഇനി ഒരു കപ്പ് ചായ കുടിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നീങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായ കിട്ടും. അപ്പോൾ ഇത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ്. നീർദോശ അല്ലെങ്കിൽ അപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇനി മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ മീൻ തലേദിവസം തന്നെ നന്നാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടാനോ ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ റഷ് ഒഴിവാക്കി വെക്കാം. പിന്നെ ഇനി സാമ്പാർ കടുക് വറുത്തെടുക്കണം. അപ്പോൾ അതിനേക്കുള്ള കറിവേപ്പിലാണ്. കറിവേപ്പില ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം, കുറേ ദിവസങ്ങൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് തലേദിവസം പറിച്ചു വെച്ചതാണ്. അപ്പോൾ ഇനി സാമ്പാറിലേക്കുള്ള കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാനാണ് ചെയ്യാറ്. അപ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കുകയാണ്. ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് ആവശ്യമായിട്ടുള്ള ചോറ്റും പാത്രത്തിലെല്ലാം ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ മോളിപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെ പോകാനായിട്ട് നിന്ന് കരയാണ്. എന്നും സ്ഥിരവും ഇതന്നെ, കൂടെ പോകാനായിട്ട് നിന്ന് കരയും. ഇപ്പോൾ ഇതാ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു റോസാപ്പൂ കിട്ടിയപ്പോൾ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി റോസാപ്പൂ പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ മക്കളെ പല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്യാനൊക്കെ മടിയാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വെള്ളച്ചായ പെട്ടെന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇനി ബ്രഷൊക്കെ ചെയ്ത് അവർ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇതാ റോസാപ്പൂവിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അത് കുറച്ച് നേരം പിടിച്ചിരിക്കും, പിന്നെ അത് പിച്ചി കളയും. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീന്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരാം. കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് ഇനിയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഞാൻ വരും. താങ്ക്